ഹായ് ഫ്രണ്ട്സ്. ഏപ്രിൽ 14 മുതൽ 21 വരെയുള്ള പ്രധാന കറണ്ട് അഫയർ ചോദ്യങ്ങൾ നമുക്ക് MCQ ടൈപ്പിൽ പഠിച്ചെടുക്കാം. ഒന്നാമത്തെ ചോദ്യം, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ചെയർമാൻ മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതനായത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, സഞ്ജയ് ഖന്ന. സഞ്ജയ് ഖന്നയാണ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ചെയർമാനായി നിയമിതനായത്. സഞ്ജയ് ഖന്നയാണ്. 2026 ഏപ്രിലിൽ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് ആരെയാണ്? ഹരിവംശ നാരായൺ സിംഗ്. ഹരിവംശ നാരായൺ സിംഗിനെയാണ് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തത്. ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ പാർട്ട് ടൈം ചെയർമാനായി നിയമിതനായത് ആരാണ്? ജി കൃഷ്ണകുമാർ. ജി കൃഷ്ണകുമാറാണ് ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ പാർട്ട് ടൈം ചെയർമാനായി നിയമിതനായത്. ഇന്ത്യൻ ജൂനിയർ വനിതാ ഹോക്കി ടീമിന്റെ പരിശീലകയായി നിയമിതയായത് ആരാണ്? ഓപ്ഷൻ ബി, TJ വൈറ്റ് ആണ്. TJ വൈറ്റ് ആണ് ഇന്ത്യൻ ജൂനിയർ വനിതാ ഹോക്കി ടീമിന്റെ പരിശീലകയായിട്ട് നിയമിതനായത്. വടക്കൻ സിക്കിമിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ രക്ഷിക്കാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ ദൗത്യം ഏതാണ്? ഓപ്ഷൻ ഡി, ഓപ്പറേഷൻ ഹിമസേതു ആണ്. ഓപ്പറേഷൻ ഹിമസേതു എന്താണ്? കുടുങ്ങിയ വിനോദസഞ്ചാരികളെ രക്ഷിക്കാനായിട്ട് ഇന്ത്യൻ സൈന്യം നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ ഹിമസേതു. ഇന്ത്യയിലെ ആദ്യ ഡ്രൈവർ ഇല്ലാത്ത പോർട്ട് ടാക്സി പദ്ധതി ആരംഭിച്ച നഗരം ഏതാണ്? അത് ഓപ്ഷൻ സി, മുംബൈയിലാണ്. മുംബൈയിലാണ് ഇന്ത്യയിലെ ആദ്യ ഡ്രൈവർ ഇല്ല പോർട്ട് ടാക്സി പദ്ധതി ആരംഭിച്ച നഗരം. 2026 ഏപ്രിൽ 7 അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ പർവ്വത ആരോഹകൻ ആരാണ്? ഓപ്ഷൻ ഡി ആണ് ജിം വിറ്റേക്കർ. ജിം വിറ്റേക്കർ ആരാണ്? ഒരു പർവ്വത ആരോഹകനാണ്. 2026 അദ്ദേഹം അന്തരിച്ചത്. ലയൺ ഓഫ് ലഡാക്ക് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? സോനം വാങ്ചുക്. സോനം വാങ്ചുക് ആണ് ലയൺ ഓഫ് ലഡാക്ക് എന്നറിയപ്പെടുന്നത്. സോനം വാങ്ചുക്. ദേശീയ പാത ഓരത്ത് ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിച്ച പദ്ധതി ഏതാണ്? ആരോഗ്യവൻ. ആരോഗ്യവൻ ആണ് ദേശീയ പാതയോരത്ത് ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കാനായിട്ട് NHAI നാഷണൽ ഹൈവേ അതോറിറ്റി ആരംഭിച്ച പദ്ധതി ആരോഗ്യവൻ ആണ്. കോൾ ടു അമോണിയം നൈട്രേറ്റ് പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? ലഖൻപൂരിലാണ്. ലഖൻപൂരിലാണ് കോൾ ടു അമോണിയം നൈട്രേറ്റ് പദ്ധതി ആരംഭിച്ചത്. ആന്ധ്രാപ്രദേശിന്റെ ഔദ്യോഗിക തലസ്ഥാനം ഏതാണ്? അമരാവതി. അമരാവതിയാണ് ആന്ധ്രാപ്രദേശിന്റെ ഔദ്യോഗിക തലസ്ഥാനം. ഹംഗറിയുടെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഹംഗറിയുടെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അത് പീറ്റർ മജാർ ആണ്. പീറ്റർ മജാർ ആണ് ഹംഗറിയുടെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പീറ്റർ മജാർ ആണ്. കാൻഡിഡേറ്റഡ് ചെസ് ടൂർണമെന്റിൽ ജേതാവായത് ആരാണ്? ജാവോഗിർ സിദ്രോവ് ആണ്. ജാവോഗിർ സിദ്രോവ് ആണ് കാൻഡിഡേറ്റഡ് ചെസ് ടൂർണമെന്റിൽ ജയിച്ചത്. വിസ്ഡൻ മാസികയിലെ മികച്ച വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? വിസ്ഡൻ മാസിക പ്രകാരം മികച്ച വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? അത് ദീപ്തി ശർമ്മയാണ്. ദീപ്തി ശർമ്മയാണ് വിസ്ഡൻ മികച്ച വനിതാ ക്രിക്കറ്റ് താരം. വിസ്ഡൻ മികച്ച പുരുഷ ക്രിക്കറ്റ് താരം ആരാണ്? മിച്ചൽ സ്റ്റാർക്കാണ്. മിച്ചൽ സ്റ്റാർക്കാണ് വിസ്ഡൻ മികച്ച പുരുഷ ക്രിക്കറ്റ് താരം. വിസ്ഡൻ കവർ പേജിൽ ഇടം നേടിയ ഇന്ത്യൻ താരം ആരാണ്? വിസ്ഡൻ കവർ പേജിൽ ഇടം നേടിയ ഇന്ത്യൻ താരം മുഹമ്മദ് സിറാജ് ആണ്. മുഹമ്മദ് സിറാജ് ആണ് വിസ്ഡൻ കവർ പേജിൽ ഇടം നേടിയ ഇന്ത്യൻ താരം മുഹമ്മദ് സിറാജ്. ഓപ്പറേഷൻ ഹിമസേതു ഏത് സംസ്ഥാനത്താണ് നടപ്പാക്കിയത്? സിക്കിമിലാണ്. ഓപ്പറേഷൻ ഹിമസേതു എവിടെയാണ് നടപ്പിലാക്കിയത്? അത് സിക്കിമിലാണ്. സിക്കിമില് കനത്ത മഞ്ഞ് വീഴ്ചയും മണ്ണിടിച്ചിലും ഉണ്ടായപ്പോൾ അവിടെ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ രക്ഷിക്കാനായിട്ട് ഇന്ത്യൻ സേന നടത്തിയതായിരുന്നു ഓപ്പറേഷൻ ഹിമസേതു. അതെവിടെയാണ്? സിക്കിമിലാണ്. 2026 മാർച്ചില് ICC പ്ലെയർ ഓഫ് ദി മന്ത് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്?
അത് സഞ്ജു സാംസൺ ആണ്. 2026 ICC പ്ലെയർ ഓഫ് ദി മന്ത് മാർച്ച് മാസത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് സഞ്ജു സാംസൺ ആണ്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് യോഗ്യത നേടിയ ഇന്ത്യൻ വനിത ആരാണ്? ആർ വൈശാലിയാണ്. ആർ വൈശാലി ഏതുമായി ബന്ധപ്പെടുന്നു? ചെസ്സുമായി ബന്ധപ്പെടുന്നു. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് യോഗ്യത നേടിയ ഇന്ത്യൻ വനിതയാണ് ആർ വൈശാലി. ഇറ്റലിയിൽ നടന്ന ഫിഡെ ലോക അണ്ടർ-12 റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കിരീടം നേടിയ ഇന്ത്യൻ താരം ആരാണ്? AS ശർവാണിക. AS ശർവാണിക എന്തുമായി ബന്ധപ്പെടുന്നു? ചെസ്സുമായി ബന്ധപ്പെടുന്നു. ദേശീയ സ്കൂൾ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം നേടിയ സംസ്ഥാനം ഏതാണ്? ഇത് കേരളമാണ്. കേരളമാണ് ദേശീയ സ്കൂൾ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം നേടിയത്. കേരളമാണ്. ഹോളി ഹാൻഡ് എന്നറിയപ്പെട്ടിരുന്ന ബ്രസീലിയൻ ബാസ്കറ്റ്ബോൾ താരം ആരാണ്? ഓസ്കാർ ഷിമിഡ് ആണ്. ഓസ്കാർ ഷിമിഡ് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ഹോളി ഹാൻഡ് എന്നറിയപ്പെട്ടു. ബീഹാറിലെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് ആരാണ്? സമ്രാട്ട് ചൗധരി. സമ്രാട്ട് ചൗധരി എവിടുത്തെ മുഖ്യമന്ത്രിയാണ്? ബീഹാറിലെ മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റത് സമ്രാട്ട് ചൗധരി ആണ്. ലോക്സഭയിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം ഉറപ്പാക്കുന്ന നിയമം ഏതാണ്? നാരി ശക്തി വന്ദൻ അധിനിയമമാണ്. അധിനിയമം. നാരി ശക്തി വന്ദൻ അധിനിയമം 128ാമത് ഭരണഘടന ഭേദഗതി ബിൽ പ്രകാരമാണ് വന്നത്. സ്ത്രീകൾക്ക് നിയമസഭകളിലും ലോക്സഭയിലും 33% സീറ്റ് സംവരണം ചെയ്യുന്നു. ലക്നൗ ആസ്ഥാനമായ സെൻട്രൽ കമാൻഡിൽ ചീഫ് ഓഫ് സ്റ്റാഫ് ആയി നിയമിതനായ മലയാളി ആരാണ്? CJ ജയചന്ദ്രനാണ്. CJ ജയചന്ദ്രനാണ് ലക്നൗ ആസ്ഥാനമായ സെൻട്രൽ കമാൻഡിലെ ചീഫ് ഓഫ് സ്റ്റാഫ് ആയി നിയമിതനായ മലയാളി. 4 തവണ സേസർ പുരസ്കാരം നേടിയ ഫ്രഞ്ച് നടി ആരാണ്? നതാലി ബായെ. 4 തവണ സേസർ പുരസ്കാരം നേടിയിട്ടുള്ള ഫ്രഞ്ച് നടിയാണ്. ഫ്രഞ്ച് ന്യൂ വേവ് സിനിമ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട സംവിധായകൻ ആരാണ്? ഫ്രഞ്ച് ന്യൂ വേവ് സിനിമ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട സംവിധായകരാണ് ഫ്രാൻസ്വാ ട്രൂഫോ. ഫ്രാൻസ്വാ ട്രൂഫോ ഏതുമായി ബന്ധപ്പെടുന്നു? ഫ്രഞ്ച് ന്യൂ വേവ് സിനിമ പ്രസ്ഥാനവുമായി ബന്ധപ്പെടുന്നു. ഫ്രഞ്ച് ന്യൂ വേവ് സിനിമ പ്രസ്ഥാനത്തിലെ പ്രമുഖ സംവിധായകൻ ആരാണ്? ഷാൻ-ലുക് ഗൊദാർഡ്. ഷാൻ-ലുക് ഗൊദാർഡ്. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ വനിതാ താരം ആരാണ്? അത് സ്മൃതി മന്ദാനയാണ്. സ്മൃതി മന്ദാനയാണ് അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ വനിതാ താരം. കോപ്പ ഡെൽറേ കിരീടം നേടിയ ടീം ഏതാണ്? റയൽ സോസിഡാഡ്. റയൽ സോസിഡാഡ് ആണ് കോപ്പ ഡെൽറേ കിരീടം നേടിയ ടീം. ICC വനിതാ 2020 ലോകകപ്പ് 2026 വേദികൾ ഏതൊക്കെയാണ്? ഇംഗ്ലണ്ട്, വെയിൽസ്. ഇംഗ്ലണ്ടിൽ വെയിൽസ് ആണ് ICC വനിതാ 2020 ലോകകപ്പ് 2026 വേദി. ഇംഗ്ലണ്ട് ആണ്. ഇംഗ്ലണ്ട്, വെയിൽസ് ആണ്. UK-യിലുള്ള 2 രാജ്യങ്ങളാണ് ഇംഗ്ലണ്ടും വെയിൽസും. ഇവിടെയാണ് ICC വനിതാ 2020 ലോകകപ്പ് വേദിയാവുന്നത്. ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒപ്പുവെച്ച സൈനിക ലോജിസ്റ്റിക് കരാർ ഏതാണ്? റെലോസ് ആണ്. റെലോസ് റഷ്യ, ഇന്ത്യ എന്നിവ ചേർന്നുള്ള കരാറാണ്. 2026 ഏപ്രിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്ന് മെഗാക്യോക്ക് മുന്നറിയിപ്പ് നൽകിയ രാജ്യം ഏതാണ്? ജപ്പാനാണ്. ജപ്പാനാണ് 2026 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്ന് മെഗാക്യോക്ക് മുന്നറിയിപ്പ് നൽകിയത്. ജപ്പാനാണ്. ഇന്ത്യയുമായി 2026 ഏപ്രിലിൽ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ച രാജ്യം ഏതാണ്? അത് ന്യൂസിലാൻഡ് ആണ്. ഇന്ത്യയുമായിട്ട് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ച രാജ്യം അത് ന്യൂസിലാൻഡ് ആണ്. ബ്ലൂംബെർഗ് ശതകോടീശ്വര പട്ടിക പ്രകാരം ഏഷ്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനായത് ആരാണ്? ഗൗതം അംബാനിയാണ്. നിലവിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനായി ബ്ലൂംബെർഗ് പട്ടികയിൽ വന്നത് ഗൗതം അംബാനിയാണ്.
സെബി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ മുഴുവൻ സമയ അംഗമായി 2026 ഏപ്രിലിൽ നിയമിതനായത് ആരാണ്? KV രമണമൂർത്തി. KV രമണമൂർത്തിയാണ് സെബിയുടെ മുഴുവൻ സമയ അംഗമായി നിയമിതനായത്. സെബിയുടെ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സൈബർ സുരക്ഷാ പ്ലാറ്റ്ഫോമിന്റെ പേര് എന്താണ്? സിസാക്കാണ്. സിസാക്കാണ് സെബിയുടെ AI അധിഷ്ഠിത സൈബർ സുരക്ഷാ പ്ലാറ്റ്ഫോമിന്റെ പേര് സിസാക്കാണ്. യാന ഗുഹകൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? അത് കർണാടകയിലാണ്. കർണാടകയിലെ പ്രശസ്തമായ ഗുഹയാണ് യാന ഗുഹകൾ. ജിയോ ഹെറിറ്റേജ് പ്ലേസ് ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലമാണ് ഈ യാന ഗുഹകൾ. അത് കർണാടകയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ വന്യജീവി മേൽപ്പാലം ഏത് എക്സ്പ്രസ് വേയിലാണ്? ഡൽഹി ടു മുംബൈ. ഡൽഹി ടു മുംബൈയിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ വന്യജീവി മേൽപ്പാലം നിലവിൽ വന്നത്. 2026 കാൻഡിഡേറ്റഡ് ചെസ് ടൂർണമെന്റിൽ വിജയിച്ച താരം ആരാണ്? ജാവോഗിർ സിന്ദറോവ്. ജാവോഗിർ സിന്ദറോവാണ് 2026 കാൻഡിഡേറ്റഡ് ചെസ് ടൂർണമെന്റിൽ വിജയിച്ച താരം. ഇന്ത്യയുടെ 85ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? അരോണ്യക് ഘോഷ്. അരോണ്യക് ഘോഷ് ആണ് ഇന്ത്യയുടെ 85ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ. അരോണ്യക് ഘോഷ് എന്തുമായി ബന്ധപ്പെടുന്നു? ചെസ്സുമായി ബന്ധപ്പെടുന്നു. ഹൃദ്യം പദ്ധതി ഏത് വിഭാഗങ്ങൾക്ക് വേണ്ടിയാണ് ഉള്ളത്? ഹൃദ്യം പദ്ധതി ഏത് വിഭാഗത്തിന് വേണ്ടിയാണുള്ളത്? അത് കുട്ടികൾക്കാണ്. നവജാത ശിശുക്കൾ മുതൽ 18 വയസ്സ് വരെയുള്ളവർക്കുള്ള പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി. ജന്മനാ ഹൃദയ രോഗമുള്ള കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സയും ശസ്ത്രക്രിയയും ഉൾപ്പെടുന്ന പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി. വേദക്ഷേത്രം കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. വേദക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. വേദങ്ങളെയാണ് പ്രതിഷ്ഠയായിട്ട് കണക്കാക്കുന്നത്. ദൈവ പ്രതിമകളില്ല. ജാതി മത ലിംഗ ഭേദമില്ലാതെ എല്ലാവർക്കും പ്രവേശനമുണ്ട്. അതുപോലെ പ്രസാദമായി നൽകുന്നത് വേദമന്ത്രം അച്ചടിച്ച പേപ്പറാണ്. അത്തരത്തിൽ കേരളത്തിലുള്ള ഏക വേദക്ഷേത്രം കോഴിക്കോടാണ്. ബസവ ജയന്തിയുമായി ബന്ധപ്പെട്ട സംസ്ഥാന തല സമാപന സമ്മേളനം നടന്നത് എവിടെയാണ്? അത് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലാണ്. 2027 കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിന് വേദിയായ രാജ്യം ഏതാണ്? മാൾട്ടയാണ്. മാൾട്ടയാണ് 2027 കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിന് വേദിയാവുന്ന രാജ്യം. ശ്രീലങ്കയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? അനുര കുമാര ദിസനായക. അനുര കുമാര ദിസനായക ആരാണ്? അത് ശ്രീലങ്കയുടെ നിലവിലെ പ്രസിഡന്റ് ആണ്. താഴെ പറയുന്നവയിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഫെമിന മിസ് ഇന്ത്യ വേൾഡ് 2026 ജേതാവ് ആരാണ്? സാദി സതീഷ് സെയിൽ. സാദി സതീഷ് സെയിലാണ് 2026 ഫെമിന മിസ് ഇന്ത്യ വേൾഡ് 2026 ജേതാവ്. മഹാരാഷ്ട്രയിലെ സ്വദേശിയാണ്. ഫെമിന മിസ് ഇന്ത്യ 2026 2ാം സ്ഥാനം നേടിയ വ്യക്തി ആരാണ്? രാജ് നന്ദിനി പവാർ. രാജ് നന്ദിനി പവാർ ആണ് 2ാം സ്ഥാനം കരസ്ഥമാക്കിയത്. 2026 ചട്ടമ്പി സ്വാമികളുടെ എത്രാമത്തെ സമാധി ദിനമാണ് ആചരിച്ചത്? 102ാമത്തെ സമാധിയാണ് 2026 ചട്ടമ്പി സ്വാമിയുടെ 102ാമത്തെ സമാധി ദിനമാണ് ആചരിച്ചത്. വനിതാ കാൻഡിഡേറ്റഡ് ചെസ് ടൂർണമെന്റിൽ വിജയിച്ച ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ആർ വൈശാലി. ആർ വൈശാലിയാണ് വനിതാ കാൻഡിഡേറ്റഡ് ചെസ് ടൂർണമെന്റിൽ വിജയിച്ച ആദ്യ ഇന്ത്യൻ വനിത. ആർ വൈശാലി ആണ്. 93 വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തപ്പെട്ട സ്പാനിഷ് കവിയായ ഫെഡറിക്കോ ഗാർസിയ ലൂർക്കയുടെ കൃതി ഏതാണ്? ഘടികാരം പാടുന്നു. ഘടികാരം പാടുന്നു എന്നത് ആരുടെ കൃതിയാണ്? സ്പാനിഷ് കവിയായ ഫെഡറിക്കോ ഗാർസിയയുടെ കൃതിയാണ് ഘടികാരം പാടുന്നു. മച്ചിലി നാഷണൽ അവാർഡ് നേടിയ വനിത ആരാണ്? മച്ചിലി നാഷണൽ അവാർഡ് നേടിയ വനിത അനിത ചൗധരിയാണ്. അനിത ചൗധരി. റഷ്യയിലെ സുപ്രീം കോടതി തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ച മനുഷ്യാവകാശ സംഘടന ഏതാണ്? മെമ്മോറിയലാണ്. മെമ്മോറിയലാണ് റഷ്യയിലെ സുപ്രീം കോടതി തീവ്രവാദ സംഘടനയാണ് എന്ന് പ്രഖ്യാപിച്ച മനുഷ്യാവകാശ സംഘടന. മെമ്മോറിയൽ ആണ്.
വയോജനങ്ങളുടെ ആരോഗ്യം ഉറപ്പാക്കാൻ കേരള സർക്കാർ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനുമായി WHO ചേർന്ന് നടപ്പാക്കിയ പദ്ധതി ഏതാണ്? ന്യൂമോകോക്കൽ വാക്സിനേഷൻ പദ്ധതി. ന്യൂമോകോക്കൽ വാക്സിനേഷൻ പദ്ധതി ആർക്കുള്ളതാണ്? ഇത് വയോജനങ്ങൾക്കുള്ള പദ്ധതിയാണ്. കേരള സർക്കാരും WHO ചേർന്ന് നടപ്പാക്കുന്നു. വിസ്ഡൻ മാസികയുടെ മികച്ച വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? അത് ദീപ്തി ശർമ്മയാണ്. ദീപ്തി ശർമ്മയാണ് വിസ്ഡൻ മാസികയുടെ മികച്ച വനിതാ ക്രിക്കറ്റ് താരം. 2026 ബാങ്കോക്കിൽ നടന്ന പാരാ സീരീസിലെ 2 സ്വർണ്ണ മെഡൽ നേടിയ കൈയും കാലും ഇല്ലാത്ത ഇന്ത്യൻ അമ്പെയ്ത്ത് താരം ആരാണ്? പായൽ നാവ്. പായൽ നാവാണ് അമ്പെയ്ത്ത് താരമാണ്. പായൽ നാവ് ആരാണ്? 2026 ബാങ്കോക്കിൽ നടന്ന പാരാ സീരീസിൽ 2 സ്വർണ്ണ മെഡൽ നേടി കൈയും കാലുകളും ഇല്ലാത്ത അമ്പെയ്ത്ത് താരമാണ്. 2026 ഏപ്രിൽ 14 ഉദ്ഘാടനം ചെയ്ത സാമ്പത്തിക ഇടനാഴി ഏതാണ്? അത് ഡൽഹി ടു ഡെറാഡൂൺ ആണ്. ഡൽഹി ടു ഡെറാഡൂൺ ആണ് സാമ്പത്തിക ഇടനാഴിയാണ്. സാർത്ഥക് നാം അഭിയാൻ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? സാർത്ഥക് നാം അഭിയാൻ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാനാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അപമാനകരമായ പേരുകൾ മാറ്റാനായിട്ട് അനുവദിക്കുന്ന സാർത്ഥക് നാം അഭിയാൻ പദ്ധതിയാണ്. അത് ഏത് സംസ്ഥാനമാണ് ആരംഭിച്ചത്? രാജസ്ഥാനിലാണ്. സാർത്ഥക് നാം അഭിയാൻ വന്നിട്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ പേരുകൾ മാറ്റാൻ അനുവദിക്കുന്ന ഒരു പദ്ധതിയാണ്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് യോഗ്യത നേടിയ 2ാമത്തെ ഇന്ത്യൻ വനിത ആരാണ്? അത് ആർ വൈശാലിയാണ്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് യോഗ്യത നേടിയ 2ാമത്തെ ഇന്ത്യൻ വനിത.